കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർണാടകത്തെ ഇളക്കി മറിച്ചുകൊണ്ട് SDPIയുടെ മുന്നറിയിപ്പുകളും ഭീഷണികളുമാണ് നിറഞ്ഞു നിന്നത്. ഗംഗാവതി താലൂക്കിൽപ്പെടുന്ന തെരുവ് വിളക്കുകളിൽ ഹിന്ദു മത ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞായിരുന്നു വലിയ പ്രക്ഷോഭങ്ങളും മുന്നറിയിപ്പുകളും നൽകിയത്. ഇതിൽ പ്രകാരം കപ്പൽ ജില്ലാ തഹസിൽദാർ ഈ വിളക്കുമരങ്ങൾ, അതായത് ഈ ഇലക്ട്രിസിറ്റി ബോർഡാണ് അത് വെച്ചിരിക്കുന്നത്, ആ വിളക്കുമരങ്ങൾ നീക്കം ചെയ്യണമെന്ന് ഉടൻ ഉത്തരവ് നൽകുകയും ഇത് നിർമ്മിച്ച് സ്ഥാപിച്ചവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ശ്രീരാമൻ്റെയും ഹനുമാൻ്റെയും ഒക്കെ ആയുധങ്ങളായ ഗദയും ധനുഷുമൊക്കെ ആയിരുന്നു ഈ വിളക്കുകാലുകളിൽ ചിഹ്നമായി വെച്ചിരുന്നത്. ഇതോടുകൂടി കർണാടക റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് വിവിധ സംഘടനകൾ, ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാഗരാജനിട്ട ഉത്തരവ് ജില്ലാ കളക്ടർ റദ്ദാക്കുകയും ചെയ്തു. ഈ ഭാഗത്ത്, ഈ വഴിവിളക്കുകൾ സ്ഥാപിച്ച ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഗംഗാവതി മേഖലയിലെ റാണാ പ്രതാപ് സർക്കിളിലും ജൂലിയ നഗറിനും ഇടയിലുള്ള റോഡുകളിലാണ് ഈ മതചിഹ്നങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. ഇത് ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ്. ഹനുമാന്റെ ജന്മസ്ഥലമായ ആജ്ഞാദ്രി ഹിൽസ് സ്ഥിതി ചെയ്യുന്ന ഇടമാണ്. ഇവിടേക്ക് പോകുന്ന 12 കിലോമീറ്റർ ദൂരത്താണ് ഈ വഴിവിളക്കുകൾ ഇത്തരം ചിഹ്നങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ അയോധ്യയിൽ കണ്ടിട്ടുണ്ട്, തിരുപ്പതിയിൽ കണ്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും തീർത്ഥാടനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, വിശ്വാസികളെ കൂടുതൽ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിക്കാറുണ്ട്. അത്തരത്തിലൊന്നാണ് 12 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ പാതകളിലെ തെരുവിളക്കുകൾ സ്ഥാപിച്ച്. ഇതിനെതിരെയാണ് SDPI വലിയ രീതിയിൽ, ദക്ഷിണേന്ത്യയിൽ SDPIക്ക് സ്വാധീനമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കർണാടക. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാർ കൂടിയാണ് കർണാടകയിലുള്ളത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങിയെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾ, ഹനുമാൻ്റെ തന്നെ വിശ്വാസികളായ വിവിധ ഹൈന്ദവ സംഘടനകളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അത് നീക്കം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുകയും ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും SDPIയോ മറ്റുള്ള സർക്കാർ സംവിധാനങ്ങളോ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.